ഹലോ. പരിഹാസം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിചയമാക്കുന്നത്, ഉയരാനുള്ള പടിയാക്കുന്നത്? പോയി തെണ്ട് എന്നൊരു വാക്കിൽ നിന്ന് എങ്ങനെയാണ് 1400 പേരുൾപ്പെടുന്ന ഒരു വലിയ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത്? ഇതേക്കുറിച്ചൊക്കെ നമ്മൾ സിദ്ധു തായിയുടെ ജീവിതം ആസ്പദമാക്കി ഇന്നലെ കഥ പറഞ്ഞപ്പോഴാണ് എൻ്റെ മോൾ എന്നോട് ചോദിച്ചത്, അമ്മേ ഏറ്റവും മികച്ചൊരു കഥയല്ലേ ലംബോർഗിനിയുടേത്, അതെന്താ അമ്മ ഓർക്കാതിരുന്നതെന്ന്. ശരിയാണ്, ലംബോർഗിനിയുടെ കഥ അടിപൊളി കഥയാണ്. അങ്ങനെ ഒരു പരിഹാസത്തിൽ നിന്ന് എങ്ങനെയാണ്, അതുപോലെ കുറേ കഥകളുണ്ട്. അപ്പോൾ അതിനകത്ത് പക്ഷേ ഒരു വില്ലലുണ്ട് ഈ ലംബോർഗിനിയുടെ കഥയിൽ. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ആ കഥ. അപ്പോൾ ആ കഥ പറയണോ ഞാൻ വില്ലൻ്റെ കഥ പറയണോ? ആദ്യം ഞാൻ വില്ലൻ്റെ കഥ പറയാം. വില്ലനെ അറിഞ്ഞാലല്ലേ നായകനെ ഇനി അഥവാ അറിയില്ലേ ശരിക്കറിയാൻ പറ്റും. അപ്പോൾ ലംബോർഗിനിയുടെ കഥയിലെ വില്ലൻ എന്ന് പറയുന്നത് ഫെറാറിയാണ്. അതെ, നമ്മളിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫെറാറി കാറുകളുടെ ഉപജ്ഞാതാവായ എൻസോ ഫെറാറി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു, അല്ലെ അദ്ദേഹം എന്തായിരുന്നു, ആളൊരു ധാർഷ്ട്യക്കാരനായിരുന്നു എന്ന് ഈ ലംബോർഗിനി കഥയിൽ നിന്ന് തന്നെ വ്യക്തമാകും. എന്നാൽ അതിനേക്കാൾ വലിയൊരു രക്തദാഹിയായിട്ടാണ് പലപ്പോഴും ചരിത്രത്തിൽ ഫോർമുല 1 റേസുകളിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഈ എൻസോ ഫെറാറി അങ്ങനെ അധികം ഇൻ്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ആരോടും അങ്ങനെ അധികം പബ്ലിക്കായി സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഇനി സംസാരിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാറുകളുടെ മഹത്വത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നാണ് കേൾവി. അപ്പോൾ അങ്ങനെയുള്ള ഈ എൻസോ ഫെറാറി, ഈ ഫെറാറി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ഓർമ്മയുണ്ടോ? സത്യം പറയട്ടെ, അധികം കാലമൊന്നും ആയില്ല. ഈ എൻസോ ഫെറാറിയെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പറയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്താൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഏറ്റവും വില്ലനായിട്ടുള്ള കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അത് മാനേജ്മെൻറ്റ് സ്റ്റൈലിൽ ഭയങ്കര ഞാൻ പറയുന്നതിന് 3-4 കൊമ്പ് എന്ന് പറയുന്ന ഒരാൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഫെറാറി കാറുകളുടെ റേസിങ്ങിലുള്ള ടീമിലുള്ള ഡ്രൈവർമാർ എല്ലാവരും മികച്ച ഡ്രൈവർമാരാണ്. പക്ഷേ നമ്മളിപ്പോൾ പല പ്രൈവറ്റ് മാനേജ്മെൻറ്റ് പ്രത്യേകിച്ചും കാണിക്കുന്ന ഒരു വൃത്തികേടുണ്ട്, ഒരാളെ മറ്റൊരാൾക്ക് എതിരാക്കുക. അതെ, അങ്ങേര് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ മറ്റവൻ നീയാണ് ഇങ്ങനെ പറഞ്ഞ് അവർ തമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തിറക്കാനായി ശ്രമിക്കുക. ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിലെ ജോലിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പർദ്ധ ഉണ്ടാക്കുക. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ധാരണ എന്താ, മറ്റേ ആളേക്കാൾ കേമി ഞാനാണ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ ബെസ്റ്റായിട്ട് പ്രവർത്തിക്കുമെന്നാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നേലും അത് വളരെ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ട്രിക്ക് മനസ്സിലാവുകയും പ്രവർത്തിക്കാതിരിക്കുകയാണ് ഏറ്റവും മികച്ച ഏർപ്പാടെന്ന് എല്ലാവരും കണ്ടുപിടിക്കുകയും ചെയ്തൊരു സ്റ്റാൻഡ് സ്റ്റില്ലിൽ ആ കമ്പനി തകർന്നു പോകും. അത് വേറെ കഥ. അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ വെച്ചുള്ള കളിയാണിത്, റേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഫെറാറിയുടെ ഡ്രൈവർമാർ ചറപെറാന്ന് മരിച്ചു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു ടോണി ബ്രൂക്സ് എന്ന് പറഞ്ഞ ഫെറാറി ടീം ഡ്രൈവർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഫെറാറിയെക്കുറിച്ച് പറഞ്ഞത്, ഹി വുഡ് എക്സ്പെക്ട് എ ഡ്രൈവർ ടു ഗോ ബിയോണ്ട് റീസണബിൾ ലിമിറ്റ്സ്. യു ക്യാൻ ഡ്രൈവ് ടു ദ മാക്സിമം ഓഫ് യുവർ എബിലിറ്റി. ശരിയല്ലേ, നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അതിൻ്റെ ആ റീസണബിൾ ലിമിറ്റ് കഴിഞ്ഞിട്ടും ചെയ്യേ എന്ന് പറയുന്നത് പ്രോത്സാഹനമല്ല, അതൊരു പീഡനവും കൂടിയാണ്. പിന്നെ അത് സൈക്കോളജിക്കലി നമ്മുടെ മനസ്സിനെയും കൂടെ ഞെരുക്കുന്ന, ഇത് പെർഫോം ചെയ്തില്ലെങ്കിലോ അതിലും ഭേദം മരണമാണെന്നിടത്ത് വരെ ഒരു ഡ്രൈവറെ എത്തിക്കുക എന്ന് പറയുന്നത് ദർ വാസ് ഇനഫ് ഡേഞ്ചർ അറ്റ് ദാറ്റ് ടൈം വിതൗട്ട് ഗോയിങ് ഓവർ ദ ലിമിറ്റ്. അവിടെ 1950-60 കാലഘട്ടത്തിൽ 7 ഫെറാറി ഡ്രൈവേഴ്സാണ് ഇങ്ങനെ ഫെറാറി റേസിംഗ് കാഴ്സിൽ വീണ് മരിച്ചുപോയത്, അതാ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇത്രയും വലിയ ഡെത്തോൾ ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് അത് ഡ്രൈവർമാരുടെ അശ്രദ്ധ, ജയിക്കുന്നതെല്ലാം ഫെറാറി കാറുകളുടെ മികച്ച പ്രകടനമെന്നായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആ F1 ക്രാഷ് ഡ്രൈവറായിരുന്ന മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾ തന്നെ പറയുന്ന, ഐ കാൺ തിങ്ക് ഓഫ് എ സിംഗിൾ ഒക്കേഷൻ വേറെ ഫെറാറി ഡ്രൈവേഴ്സ് വാസ് ടേക്കൺ ബിക്കോസ് ഓഫ് മെക്കാനിക്കൽ ഫെയിലിയർ. അത് സത്യമായിരുന്നു അത്രേ. കാരണം കാറിൻ്റെ ഫെയിലിയർ കൊണ്ടായിരുന്നില്ല ഒരിക്കലും ഫെറാറിയുടെ ഒരു ഡ്രൈവർ മരണം അടഞ്ഞിരുന്നത്, അയാളുടെ മേളിലുള്ള പ്രഷർ കൊണ്ടായിരുന്നു. അത് മിക്ക കമ്പനികളിലും നമ്മൾ അനുഭവിക്കാറുണ്ട്. നമുക്ക് ഒരുപാട് സുഖസൗകര്യങ്ങൾ തരുന്നു, ഇവിടുന്ന് രാജിവെച്ച് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത്രയും അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും ലൗകികമായിട്ട് ശമ്പളവും സമൂഹത്തിലുള്ള മാന്യതയും അധികാരവും ഒന്നും കിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ഇട്ട് വേവിച്ച് അത് പരിപ്പൂറ്റിയെടുക്കുക എന്ന് പറയും പോലെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥാപനമായിരുന്നു
രാത്രി അക്കാലത്ത്. പിന്നെ അങ്ങനെയുള്ള കാലത്ത് പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു ഈ ഫെറാറി ഡ്രൈവേഴ്സിൽ. അവരുടെ മരണത്തോടെ അദ്ദേഹം അവരുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ നിർത്തിവെച്ചു എന്നാണ്. ഇത്രയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഇതെന്താ ഇയാൾ ഇങ്ങനെയെന്നും കൂടെ വിചാരിക്കില്ലേ? പക്ഷെ വിജയം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ട് വിജയിക്കാതെ വയ്യ എന്ന് വിചാരിക്കുന്ന ഒരു ഭൂതകാലം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പിന്നിലൊരു ഭൂതകാലം ഉണ്ടാവും. ആ ഭൂതകാലം നമ്മളെ എങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നത് എന്നതും കൂടി അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതം രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഫെറാറി എന്ന് പറഞ്ഞ എൻസോ ഫെറാറി ഏറ്റവും മികച്ച ആളായിരുന്നു. ഫെറാറി കാറുകൾ ഇതൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിനെ വളരെ പിന്നോക്കം നോക്കിയാലേ നമുക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു ഫെറാറി രൂപവൽക്കരിക്കപ്പെട്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നമുക്ക് നാളെ മനസ്സിലാക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഭൂതകാലം എന്ത് തന്നെ ആവട്ടെ, നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തുമ്പോൾ, ഇത്ര ചെറിയ കാലഘട്ടത്തിൽ കൂടി വന്നാൽ എത്ര വയസ്സ് വരെ നമ്മളിരിക്കും? ഒരു 100 വയസ്സ് വരെ പിടിച്ചു. ഇത്രയും വലിയ അനന്തമായ കാലത്തിൽ നമ്മുടെ ജീവിതം രേഖപ്പെടുത്തുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള രേഖാചിത്രങ്ങൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചും കൂടി ഒരു ധാരണ ഉണ്ടായാലേ നമ്മുടെ ജീവിതത്തിലെ വിജയം നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ശുഭരാത്രി.